കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും ഇൻസ്റ്റാഗ്രാം. ഓൾറെഡി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കി ആ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്താണെന്നും അതിലെങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ 2010 ഒക്ടോബറിലാണ് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2012 വലിയൊരു തുക കൊടുത്ത് ഫേസ്ബുക്ക് കമ്പനി ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വാങ്ങിയിരുന്നു. ഫേസ്ബുക്ക് കമ്പനി ഈ ആപ്ലിക്കേഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത്. അതിനുശേഷവും ഇത് വളരെ പോപ്പുലർ ആണ്, ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. 1 ബില്യൺ ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. 4.5 ആണ് ഈ ആപ്ലിക്കേഷന്റെ റേറ്റിംഗ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ നിന്നും ഈ ആപ്ലിക്കേഷൻ ഇനി ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിന്റെ ത്രൂ സൈൻ ഇൻ ആകാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് വിത്ത് ഇമെയിൽ ഓർ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ ഉപയോഗിച്ച് ഇതിൽ സൈൻ അപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ സൈൻ അപ്പ് വിത്ത് ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് ഇതിൽ സൈൻ അപ്പ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇമെയിൽ ഐഡി കൊടുത്തും നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ എന്തായാലും എന്റെ ഫേസ്ബുക്കിന്റെ ത്രൂ ആണ് ഇൻസ്റ്റാഗ്രാമിൽ സൈൻ അപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടിന്യൂ ഫേസ്ബുക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷനിൽ സൈൻ ഇൻ ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സൈൻ ഇൻ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ കൊടുത്താണെങ്കിൽ നമുക്ക് ആദ്യം മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് സൈൻ ഇൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ സൈഡിലായിട്ട് 5 ഓപ്ഷനുകൾ കാണാം. ഇവിടെ ഒരു ഹോം ബട്ടൺ കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു സെർച്ച് ബട്ടൺ കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ ഗാലറിയിലുള്ള ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം തൊട്ടടുത്തായിട്ടുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും ലിസ്റ്റ് ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തരെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫോളോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഫോളോവിംഗ് എന്നായി. നമ്മൾ അവരെ ഫോളോ ചെയ്യുകയാണ്. എന്റെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ. ഞാനിവിടെ ഫോളോവിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തരെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഫോളോവിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഫ്രണ്ട്സിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഫൈൻഡ് പീപ്പിൾ ടു ഫോളോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുടെ ലിസ്റ്റ് വരും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ആളുകളെ ഇതിലേക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്യുന്നതിലൂടെ അവര് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന ഫോട്ടോകൾ, വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കണക്ട് ടു ഫേസ്ബുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ ഇതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ഏറ്റവും ലാസ്റ്റിലായിട്ടുള്ള ഓപ്ഷൻ ആണ് പ്രൊഫൈൽ. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഇവിടെ മുകളിലായിട്ട് സെറ്റിംഗ്സ് ഉണ്ട്. നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ വീണ്ടും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈൽ, സ്റ്റോറി സെറ്റിംഗ്, അങ്ങനെ കുറേയേറെ ഓപ്ഷനുകൾ ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഞാൻ എന്തായാലും വീണ്ടും ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഇനി നമുക്ക് ഇവിടെ പുതിയ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ യുവർ സ്റ്റോറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ആവും. നിങ്ങൾക്ക് ഇവിടെ ഒന്നും ലൈവ് പോകണമെങ്കിൽ ലൈവ് പോകാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നോർമൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്ത് ഷെയർ ചെയ്യാം തുടങ്ങിയ ചില ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ലൈക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഒരു ഹാർട്ടിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കമന്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും കമന്റ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെൻഡ് ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന്
സെർച്ച് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇതേപോലെ കുറെ ഫോട്ടോസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവര് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വരുന്ന പോലെ സജഷൻസ് വരും. നമുക്കറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഫോൺ ഗാലറിയിൽ നിന്ന് വീണ്ടും ഇതിലേക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫോണിന്റെ ഗാലറി ആയിരിക്കും ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഷെയറിംഗ് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളിലൂടെയും ലൈക്കുകളിലൂടെയും അതെന്നെ അറിയിക്കുക. അങ്ങനെ നിങ്ങളുടെ കമന്റും ലൈക്കും നോക്കിയതിനു ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ചില ഹിഡൻ ആയിട്ടുള്ള ഫീച്ചറുകൾ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.